ശബരിമലയിൽ 2025 സ്വർണ്ണപ്പാളികൾ കടത്തിയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർത്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മുൻ ബോർഡ് അംഗങ്ങളും കേസിൽ പ്രതികളാവും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. പ്രശാന്തിനെതിരെ തെളിവുകൾ ശക്തമാണെന്നാണ് SITയുടെ നിലപാട്. 2025 സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ തെളിവുകളാണ് SIT ഹൈക്കോടതിയിൽ നൽകിയത്. ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ദുരൂഹമാണെന്ന് SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണത്തിന്റെ തിളക്കം കുറഞ്ഞതായി അറിഞ്ഞിട്ടും അന്വേഷണം നടത്താത്തതിലും ഗുരുതര വീഴ്ച സംഭവിച്ചു. 2019 സമാനമായ കൊള്ളയാണ് തുടർന്നും നടന്നതെന്നാണ് SIT റിപ്പോർട്ടിലുള്ളത്. ഇതിനെ തുടർന്ന് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാൻ ഹൈക്കോടതി SITക്ക് അനുമതി നൽകുകയായിരുന്നു. ഉടൻ തന്നെ പ്രശാന്തിനെയും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT റിപ്പോർട്ട് നൽകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും SIT കടക്കും. 2025 ഭരണസമിതിയുടെ കാലത്തെ ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക. PS പ്രശാന്ത് കൂടി അറസ്റ്റിലാകുന്നതോടെ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്തെ മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സ്വർണ്ണക്കവർച്ചയിൽ അഴിക്കുള്ളിലാകുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി SIT അന്വേഷണം എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.